നമസ്തേ ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുണ്ടല്ലോ ഇപ്പോഴത്തെ ഓൺഗോയിങ് ഡ്രാമാസ് ആണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൺഗോയിങ് ഡ്രാമാസ് കാണാൻ ഇഷ്ടമാണോ? ഫെബ്രുവരി മാർച്ചിൽ റിലീസ് ആയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. ഇത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ചിലവർക്ക് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ്. നെംസിസ് എന്ന് വെച്ചാൽ ശത്രു എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്റെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ശത്രു എന്നാണ് ഈ ടൈറ്റിൽ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫെബ്രുവരി 17 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ടോട്ടല് 12 എപ്പിസോഡ്സ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി 8 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ കാണുന്ന ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ്. ഞാൻ ഓൾറെഡി 8 എപ്പിസോഡ്സ് കണ്ടു. ഇതുവരെ എനിക്ക് ഡ്രാമ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സിൽ ഞാൻ വെയിറ്റിംഗ് ആണ്. തിങ്കളും ചൊവ്വയാണ് ഈ ഡ്രാമയുടെ എപ്പിസോഡ്സ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇത് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ് TVN. ഈ സ്റ്റോറിയിൽ നമ്മുടെ ബെക് സോജോൺ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ്, ഒരു ഹൈസ്കൂൾ സീനിയർ സ്റ്റുഡന്റ് ആണ് നമ്മുടെ കഥയിലെ നായിക. അവൾ ഇതിലൊരു ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉള്ള ഒരു പ്ലെയറിനെ പരിചയപ്പെടുന്നു. ശേഷം അവർ ചാറ്റൊക്കെ ചെയ്തിട്ട് പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് തമ്മിൽ പരസ്പരം മീറ്റ് ആക്കാം എന്നൊരു കൺക്ലൂഷനിലോട്ട് എത്തുകയാണ് കേട്ടോ. എന്നാൽ കണ്ടതിന് ശേഷമോ നമ്മുടെ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഇവളേക്കാൾ ഇളയതായിട്ടുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്നു, ഹൈസ്കൂൾ ജൂനിയർ സ്റ്റുഡന്റ് ആയിരുന്നു. അത് അവളെ ഭയങ്കര ഷോക്ക് ചെയ്യിപ്പിച്ചു. കാരണം അവൾ വിചാരിച്ചു തന്നേക്കാൾ മൂത്ത ഒരു പയ്യനാണ് താൻ ഇഷ്ടപ്പെട്ടത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കരമായിട്ട് അതൊരു ഷോക്കായി പോയിട്ടോ. ഇതാണ് സ്റ്റോറി. പക്ഷെ ഇവർ തമ്മിൽ അപ്പം പിരിയുന്നു. പിന്നെ ശേഷം പല വർഷങ്ങൾക്ക് ശേഷം അവർ മീറ്റ് ചെയ്യോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ പ്രണയത്തിലാവുമോ ഇല്ലയോ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇതിലൂടെ പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് റൊമാൻറ്റിക് ആൻഡ് കോമഡി ഡ്രാമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു സീരിയസ് കഥയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എപ്പിസോഡ്സും നല്ല ഫണ്ണായിട്ട് പോകുന്ന സ്റ്റോറി ലൈൻ ആണ് ഇത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. കീസ് ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെബ്ടൂണിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ മൈ ഡിയറസ്റ്റ് നെംസിസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ആക്ട് ചെയ്തേക്കുന്നത് മൂൺ കായോങ് എന്ന് പറയുന്ന ആക്ട്രസും ചോയ് ഹ്യൂൻ ബുക്ക് എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ശരിക്കും റിയാലിറ്റിയിൽ ഈ ആക്ട്രസിനെക്കാട്ടി പ്രായം കുറഞ്ഞിട്ടുള്ള ആക്ടറാണ് കേട്ടോ ചോയ് ഹ്യൂൻ ബുക്ക് എന്ന് പറയുന്ന ആക്ടർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആയിട്ട് മെയിൻ ആക്ടറായിട്ട് വരുന്ന ഫസ്റ്റ് ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ്. ദെൻ സെക്കൻഡ് ഡ്രാമയാണ് അണ്ടർ കവർ ഹൈസ്കൂൾ. ഇതിലുണ്ടല്ലോ ടോട്ടൽ 12 എപ്പിസോഡ്സ് ആണ്. ഇപ്പൊ 6 എപ്പിസോഡ്സോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫെബ്രുവരി 21 ഇത് റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് ഫ്രൈഡേയും സാറ്റർഡേ ആണ് ഈ ഡ്രാമ എപ്പിസോഡ്സ് റിലീസ് ആവുന്നത്. TVN വിക്കി എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ ഡ്രാമാസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് സ്യൂ കാൻ ജൂൺ എന്ന് പറയുന്ന ആക്ടറും ജിൻ കി ജു എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. ജങ് ഹെ സ്യോക് എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ മെയിൻ ആയിട്ടുള്ള നായകൻ ഇതിൽ ഒരു NIS ഏജന്റ് ആണ്, അതായത് ഒരു ഡിറ്റക്റ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നു. അതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് ആ ഒരു കേസ് തെളിയിക്കണം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. ശേഷം അദ്ദേഹം നമ്മുടെ ഹോം റൂം ടീച്ചർ, നമ്മുടെ ആ സ്കൂളിലെ ടീച്ചർ, അതാണ് നമ്മുടെ നടി കേട്ടോ, ഒരു കൊറിയൻ ടീച്ചറാണ്. അങ്ങനെ ഓസുവ എന്ന് പറയുന്ന നമ്മുടെ ടീച്ചറിനെ മീറ്റ് ആക്കുന്നു. ശേഷം അവർ പ്രണയത്തിലാവുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സീരിയസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കാരണം ഇതൊരു ആക്ഷൻ ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ഇത് 6 എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുള്ളൂ. ഇനിയും എപ്പിസോഡ്സ് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറി ലൈൻ എങ്ങനെ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ ഒരു 2 എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളൂ. 2 എപ്പിസോഡ്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് എപ്പിസോഡ്സ് ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. തേർഡ് ഡ്രാമയാണ് വെൻ ലൈഫ്സ് ഗിവ് യു ടാൻജറൈൻസ്. ഇത് നമുക്കിപ്പോൾ മാർച്ച് 7 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ടോട്ടൽ 16 എപ്പിസോഡ്സ് ഉണ്ട്. ഇപ്പോൾ 4 എപ്പിസോഡ്സ് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. എനിക്ക് ഈ ഡ്രാമ കാണണം എന്ന് ക്യൂരിയോസിറ്റി തോന്നാനുള്ള കാരണം ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചേക്കുന്നത് അയ്യും പാക്ബോഗം എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ഇതിൽ അയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു നടി സെലക്ട് ചെയ്യുന്ന ഡ്രാമകളൊക്കെ ഒരു ഡിഫറെന്റ് സ്റ്റോറീസ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് അവിടെ തന്നെ വൺ ഓഫ് ദ
ബെസ്റ്റ് ആക്ട്രസ് ആണ് കേട്ടോ അയ്യു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡ്രാമ കാണണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് നമുക്ക് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഫ്രൈഡേ ആണ് ഇത് റിലീസ് ആവുന്നത് കേട്ടോ. ഇതിന് മെയിൻ സ്റ്റോറി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാരന്റ്സിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു പഴയ കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. ഇതില് അയ്യുവിന്റെ മദറിന്റെ ചൈൽഡ്ഹുഡ് കാലം, ഗ്രാൻഡ് പയുടെ ആ ഒരു ഹീറോയിക് കാലഘട്ടം, അങ്ങനെ പല കാലഘട്ടങ്ങളിലെ സ്റ്റോറീസ് പറയുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ ഇത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാനൊരു എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. ബാക്കി കണ്ടാലാണ് എനിക്ക് കൂടുതലായിട്ട് അറിയത്തുള്ളൂ കേട്ടോ. ഫോർത്ത് ഡ്രാമയാണ് ബറീഡ് ഹേർട്സ്. ഇത് ഫെബ്രുവരി 21 റിലീസായിട്ടുള്ള ഡ്രാമയാണ്. കംപ്ലീറ്റ് ട്രാജഡി റിവഞ്ച് ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ടോട്ടൽ 16 എപ്പിസോഡ്സ് ഉണ്ട്. ഇതുവരെ 6 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഈ ഡ്രാമ എനിക്ക് കാണാനുള്ള ഒരു കാരണം എന്താന്ന് പറയട്ടെ, ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് ഹ്യോൺ സിക് ആണ്. സ്ട്രോങ് വുമൺ ഡബോങ് സൂൺ എന്ന് പറയുന്ന ഡ്രാമ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനൊരു ഷോർട്സ് അതിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രാമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആക്ടറാണ് പാക് ഹ്യോൺ സിക്. അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ വെള്ളിയും ശനിയാണ് ഈ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യുന്നത്. SBS നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഈ ഡ്രാമ അവൈലബിൾ ആണ് കേട്ടോ. പാക് ഹ്യോൺ സിക് എന്ന ആക്ടറിനെ കൂടാതെ യോം ജാൻ ഹ്യോം, യോം ജിയാൻ സ്യോം, ഹോങ് ഹ്വാ യോൺ എന്നിവരാണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. ഇത് 6 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്റ്റോറി വലിയ ഐഡിയ ഇല്ല. ഇതിൽ ഡേസാങ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിലെ ചെയർമാന്റെ സെക്രട്ടറി ആയിട്ടാണ് ഇതിൽ നമ്മുടെ ആക്ടർ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ ഇവൻ പ്രണയിക്കുന്നുണ്ട്. ശേഷം അവർ ബ്രേക്കപ്പ് ആവുന്നു. നമ്മുടെ നടി ഇതിൽ വേറൊരു മാരേജ് ചെയ്യുന്നു. അതിനെതിരെയുള്ള ഒരു റിവെഞ്ചാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പോകുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഡ്രാമയുടെ കുറെ എഡിറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു സ്റ്റോറി ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്കിത് കാണാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. സോ കുറെ ഡ്രാമകൾ കാണുന്നതോടെ സമയം കിട്ടുന്നില്ല. എന്തായാലും ഒന്നില്ലെങ്കിൽ ഈ ഡ്രാമ കംപ്ലീറ്റ് ആയിട്ട് കാണാം എന്ന രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഫിഫ്ത്ത് ഡ്രാമയാണ് ദ വിച്ച്. ഇത് ഈ ഫെബ്രുവരി 15 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ടോട്ടൽ ഇതിൽ 10 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഓൾറെഡി 6 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലൊരു മൈസ്റ്ററി ആൻഡ് റൊമാൻറ്റിക്കൽ ഡ്രാമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഡ്രാമ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഈ ഡ്രാമ റിലീസ് ആവുന്നത്. പാക് ജി യോങ് എന്ന് പറയുന്ന ആക്ടറും റോഹ് ജോൺ യോ എന്ന് പറയുന്ന ഒരു ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നല്ലൊരു മിസ്റ്ററി ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഉള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഈ പെൺകുട്ടിയിൽ ആര് ഇൻവോൾവ്ഡ് ആവണോ അല്ലെങ്കിൽ ആര് ക്ലോസ് ആയിട്ട് വരുന്നു അവരെല്ലാവരും മരിക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ആണ് ഈ കുട്ടിക്ക് ഉള്ളത് കേട്ടോ. ആ ഒരു മൈസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്നും ആ ഒരു മൈസ്റ്ററി എങ്ങനെ സോൾവ് ചെയ്യാം എന്നതുമായി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആക്ടർ ഇതിലോട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഡ്രാമ എന്നൊന്ന് അറിയാനായിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം അവളിൽ ഇൻവോൾവ്ഡ് ആവുന്ന എല്ലാവരും മരിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ കുറെ പയ്യന്മാർ, അതായത് ഇവളെ ഇഷ്ടപ്പെടുന്ന കുറെ പയ്യന്മാർ ഇതിൽ മരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് മരിക്കുന്നത്. ഞാൻ കുറെ വീഡിയോസ് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ മരിക്കുന്നുണ്ട്, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടാലേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് കാണാനായിട്ട് തോന്നുന്നുണ്ട് ആ ഡ്രാമ. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം കാണാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഈ ഡ്രാമ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാമയെ പറ്റിയിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി 6th ഡ്രാമയാണ് പൊട്ടാറ്റോ ലാബ്. മാർച്ച് 1 ഈ ഡ്രാമ റിലീസ് ആയിട്ടുള്ളത്. ടോട്ടൽ ഇതിൽ 12 എപ്പിസോഡ്സ് ആണ്. 4th എപ്പിസോഡ്സ് വരെ റിലീസ് ആയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഡ്രാമ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ സാറ്റർഡേ സൺഡേ ആണ് ഈ ഡ്രാമ റിലീസ് ചെയ്യുന്നത്. ലീ സൺ ബിൻ ആൻഡ് കാങ് ടെയോ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. ഇതിൽ മെയിൻ സ്റ്റോറി എന്താന്ന് വെച്ചാൽ മൗണ്ടൻ വാലിയിൽ ഒരു പൊട്ടാറ്റോ റിസർച്ച് സെന്ററിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇതില് കിം മിഗ്യോ എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ നടി ഒരു റിസർച്ചറാണ്, പൊട്ടാറ്റോ റിസർച്ചറാണ്. ആ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ഒരു പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടറാണ് നമ്മുടെ നടൻ, കഥയിലെ നടൻ കേട്ടോ. അപ്പൊ ഇവര് തമ്മിൽ ഇൻവോൾവ്ഡ് ആവുന്നതും അതുപോലെ തന്നെ ഇവര് തമ്മിൽ പ്രണയത്തിലാവുന്നതും ഓഫീസ് റൊമാൻസുമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ പൊട്ടാറ്റോ ലാബിൽ പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് എനിക്കിത് നല്ല കോമഡി ഡ്രാമയായിട്ടാണ് കേട്ടോ തോന്നിയത്. ഞാൻ ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ കാണണവർക്ക് കാണാം. എനിക്ക് ഇതുവരെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നീട് ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഡ്രാമ കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.
സെവൻത് ഡ്രാമയാണ് ന്യൂട്ടോപ്പിയ. ഫെബ്രുവരി 7th റിലീസ് ആയിട്ടുള്ള നല്ലൊരു സൂംബി ഡ്രാമയാണ് കേട്ടോ ഇത്. ടോട്ടൽ 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അതിൽ 6 എപ്പിസോഡ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രാമ ആരെങ്കിലും കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഡ്രാമ എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലെ ഗേൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് പിങ്ക്. നിങ്ങൾക്ക് അറിയാലോ, ബ്ലാക്ക് പിങ്കിന്റെ മെമ്പർ ആയിട്ടുള്ള ജീസു ആക്ട് ചെയ്തിട്ടുള്ള ഡ്രാമയാണ് ന്യൂട്ടോപ്പിയ. അപ്പൊ അതിനെപ്പറ്റി അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഡ്രാമ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രൈഡേ ആണ് കേട്ടോ ഈ ഡ്രാമ റിലീസ് ചെയ്യുന്നത്. പ്രൈം വീഡിയോയിൽ ഈ ഡ്രാമാസ് അവൈലബിൾ ആണ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാർക്ക് ജിയോമിൻ എന്ന് പറയുന്ന ആക്ടറും കിം ജി സു എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. ഇതിലെ സ്റ്റോറി ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് സൂംബി ഡ്രാമയാണ്. ഇതിലെ നടൻ ഒരു സോൾജർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് യോഞ്ചും തമ്മിലുള്ള സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അവരുടെ ആ ഒരു സ്യോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു സൂംബി ആക്രമണം ഉണ്ടാവുകയാണ്. അപ്പൊ അതിനെതിരെ അവര് പോരാടുകയും ആൾക്കാരെ സേവ് ചെയ്യുക. ലാസ്റ്റ് അവർ ഒന്നിക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, കാരണം ഒന്നിക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ ലാസ്റ്റ് അവർ ഒന്നിക്കോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ ഫുൾ ആയിട്ട് ഫോളോ ചെയ്യുന്നത് കേട്ടോ. പൊതുവെ സൂംബി ഡ്രാമ കണ്ട എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, കുറച്ചു പേരൊക്കെ മരിക്കും, കുറച്ചു പേരൊക്കെ രക്ഷപ്പെട്ടു പോകും, ലാസ്റ്റ് ആര് ജീവനോടെ ഉണ്ടാവുന്ന പോലും അറിയില്ല. അപ്പൊ ഈ പറഞ്ഞ ജീസു ലാസ്റ്റ് മരിക്കോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഡ്രാമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഇതുവരെ എന്തായാലും അവരിങ്ങനെ ഓരോരുത്തരെ രക്ഷിച്ച് അവരുടെ ജേർണി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് 2 എപ്പിസോഡ്സും കൂടി ഇനി റിലീസ് ആവാനുണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞിട്ട് ഞാൻ ഈ ഡ്രാമ കാണാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ദ ആർട്ട് ഓഫ് നെഗോട്ടിയേഷൻ. ഇത് നമുക്കിപ്പോ March 8 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ടോട്ടൽ 12 എപ്പിസോഡ്സ് ഉള്ളൂ. അതിൽ 2 എപ്പിസോഡ്സ് മാത്രമേ ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സാറ്റർഡേ സൺഡേ ആണ് ഈ ഡ്രാമ റിലീസ് ആവുന്നത്. വിക്കി അതേപോലെ തന്നെ TVN എന്ന് പറയുന്ന സൈറ്റ്സിൽ ഈ ഡ്രാമ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ലീ ജു ഹൂൺ എന്ന് പറയുന്ന ആക്ടറാണ് ഇത് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത്. ഇത് നല്ലൊരു കമ്പനി ഡ്രാമയാണ് കേട്ടോ. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ ഒരു ബാങ്ക്രപ്റ്റ് ഉണ്ടാവണം, അത് കടം പെരുത്തിട്ട് ആ ഒരു കമ്പനി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നടൻ വരുന്നതുമായിട്ട് ഉള്ള ഒരു കഥയാണ് പറയുന്നത്. ഞാൻ മറ്റൊരു ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ഈ ഡ്രാമയെ പറ്റിയിട്ടുള്ള വലിയ ഐഡിയ ഇല്ല. ത്രില്ലർ ആയിട്ടുള്ള ഒരു ജോണറാണ് തോന്നുന്നു ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഡ്രാമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ഞാൻ അത് കാണാത്തോണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡ്രാമ എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും ഡ്രാമകളാണ് ഇപ്പൊ നമുക്ക് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ഞാൻ കാണുന്ന ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ്, അതേപോലെ തന്നെ അണ്ടർ കവർ ഹൈസ്കൂൾ. ഇത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ. ഇതിൽ നിങ്ങൾ ഏത് ഡ്രാമയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഡ്രാമ എങ്ങനെയുണ്ടെന്നും കൂടി പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.